என்ன சுக்கலிங்கம் இன்னைக்கு வேலைக்கு போகலையா? உடம்பு சரியில்லை சார். ஐயோ, பொண்டாட்டி கூட இல்ல சார், ஜுரம் இருக்கு. சரி சரி, போ போ. രാമകുഞ്ഞില്ലടാ അവിടെ? ഇല്ല. എവിടെ പോയി? കമ്പനി പടിയില്. അമ്മയോ? വീട്ടിലുണ്ട്. പോ പോ. അല്ല ഈ സമരേ. സമരോ? അടുക്കളയിലോ? അല്ല, ഈ സമരക്കാരെല്ലാരും കൂടി ഒരു പണി ചെയ്തല്ലോ. ആ പാവം മുതലാളിയുടെ കാറ് രാമൻകുഞ്ഞ് ചെയ്തതാ. എഴുന്നേറ്റ് നിൽക്കാൻ ജീവത്തില്ലാത്ത രാമൻ എങ്ങനെയാ സാറേ? പാവം. നല്ല പാവം. ആ ചുവന്ന കൊടിയൊന്നും അവന്റെ കയ്യിലേക്ക് കൊടുത്തേ. പിന്നെ എവറസ്റ്റ് കയറാൻ പറഞ്ഞ അതുകൂടി കയറും. ഭാര്യയും വേണ്ട, കുട്ടികളും വേണ്ട. ജാനകി കുളിക്കാൻ തോന്നണു. അവളോടൊന്ന് പറഞ്ഞേരെ. നേരെ ചൊവ്വ നിന്നാൽ രാമകുഞ്ഞിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താടി ഒരു വല്ലാത്ത മൂളല്? എനിക്കങ്ങനെ ആരോടും പ്രതിബദ്ധത ഒന്നുമില്ല. പിന്നെ പാവങ്ങളല്ലെന്ന് ഓർത്തിട്ടാ. പക്ഷേ സാറിന്റെ ആ പത്തി ഇവിടെ ഏൽക്കില്ല. അവള് നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കും. എന്താടി കളിയാക്ക? ഈ വേഷത്ര നിസ്സാരായിട്ട് കാണണ്ട ആരും. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ എന്തും നടക്കും ഇവിടെ. കാണണോ നിനക്ക്? നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്നാടി? അല്ല, ജീപ്പ് ഈ മുറ്റം വരെ വരത്തുള്ള. ആ രാമൻകുഞ്ഞിന്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു. കേസൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ? അയ്യേ, എന്താ? എന്ത് ഇത് കഴിക്കാൻ പറ്റിയില്ലേ? ഭർത്താക്കന്മാർക്ക് കഴിവില്ലെങ്കിലേ ആ വല വേറെ വല്ലയിടത്തും പിരിച്ചോളണം. എന്റെ ഭർത്താവിന്റെ അടുത്ത് വേണ്ട. നീ ആരെ കുറിച്ചാ പറഞ്ഞത്? എന്ത്? അല്ല, ഈ വല വീശുന്ന കാര്യേ. അതിന് നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ, അത് അറിഞ്ഞാ മതി. നിങ്ങളുടെ വരവും കത്ത് ഞാൻ ഏതൊക്കെ വീട്ടു മുമ്പിൽ കാവൽ നിൽക്കണം? അതേടി, ഞാനിത് കേൾക്കണം. ഇവിടെ വന്ന നേരം കൊണ്ട് ഹൈവേയിൽ ഇറങ്ങി 4 വണ്ടിക്ക് അടിച്ച കുശാലായി. എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കും ചെയ്യാം. അതൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഉണക്കച്ചോറ് വാരി തിന്നാൻ വന്ന ഞാനാ തെറ്റിയാരൻ. മേഡം, എന്റെ ഉണക്കച്ചോറ് തിന്നാനാണത്രേ, അല്ലാതെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ സൊല്ലാനല്ല. ഓരോരുത്തരും പറയണ കേൾക്കുമ്പോ തൊലി ഒഴിഞ്ഞു പോവാ. തൊലി ഒഴിഞ്ഞു പോണ ഒരു അസുഖാടി, പാണ്ടിന്റെ അസുഖം. അത് മറച്ചു വെച്ചതല്ല, നിന്നെ തന്നെ തലയെ കെട്ടി വെച്ചത്. ആരാരോടെ പറ്റിച്ചത്? തന്ത ചെയ്യുന്ന വൃത്തിയുടെ അറിയാതിരിക്കാൻ എന്റെ മോനെ ആരും കാണാത്ത ദൂരത്താക്കി പഠിപ്പിക്കുന്ന തന്റെ വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നോക്കി ചോദിക്കാൻ ചെന്നപ്പോ ഈ മനുഷ്യൻ എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ അയ്യോ, ഇപ്പൊ കാണിച്ചാലോ നിന്റെ പോലീസ് കോൺസാൻഡർ പണി ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. ഭാര്യ കൊല്ലാൻ നോക്കിട്ടാ നിന്റെ കളി? ആണോ? ഇതെന്താന്നറിയോ? എന്റെ അടുത്ത് വേഷം കെട്ടെടുത്താലേ ഞാൻ തൂങ്ങിച്ചാവും. വെറുതെ ചാവില്ല, തന്റെ പേരെഴുതി വെച്ചിട്ട് ചാവും. എന്നാലും എന്റെ ഭഗവതി, ഈ മീൻകറിയുടെ അടുത്തിരിക്കണ സാമ്പാറിന്റെ ഗതി പോലെ ആയാലും എനിക്ക് ഈ തൊലി വെളുത്തോളുമാര് കാരണം എന്റെ മനസ്സമാധാനം പോയല്ലോ. എന്റെ ഈശ്വര, എന്റെ മോനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ തന്റെ പത്രാസിനെ പണ്ടേ തീർത്തനെ. സഖാക്കളെ, ഇവിടെ നടന്ന ചർച്ചയിലുടനീളം ഓരോ സഖാക്കളുടെയും മാനസിക ബുദ്ധിമുട്ട് വളരെ വ്യക്തമായി ലോക്കൽ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സമരം വരാൻ ആവശ്യമായിരുന്നു എന്ന ചില സഖാക്കളുടെ പരാമർശം തെറ്റാണ്.
പക്ഷേ നമ്മൾ നിലവിൽ ആവശ്യപ്പെട്ട കൂലി അല്പം അധികമായി പോയില്ലേ എന്ന സംശയം ലോക്കൽ കമ്മിറ്റിക്ക് തോന്നിയിട്ടുണ്ട്. സമരം വേണം, പക്ഷേ അത് തൊഴിലുടമയെയും നമ്മുടെ കമ്പനികളെയും നിലനിർത്തിക്കൊണ്ട് വേണ്ടേ സമരം നടത്താൻ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. 110 രൂപയിൽ കൂടുതൽ കൂലി ചോദിക്കുന്നതേ അബദ്ധമാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത് പറയുക. ഫീൽഡിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് 105 രൂപയും ഫാക്ടറി തൊഴിലാളികൾക്ക് 107 രൂപയും വെച്ച് ഒരു കോംപ്രമൈസ് ശ്രമിക്കണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. അത് നടക്കില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജോബി, സമരം തുടങ്ങിയിട്ട് 35 ദിവസമായി. തൊഴിലാളികൾ ആകെ ബുദ്ധിമുട്ടില്ല. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഇനി പ്രതീക്ഷയുമില്ല. ഒന്ന് ആലോചിച്ചാൽ കമ്പനി മുതലാളിയുടെ ബുദ്ധിമുട്ടും കുറച്ച് മനസ്സിലാക്കട്ടെ നമ്മൾ. ആരാണ് ഈ നമ്മള്? പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ഉദ്ദേശിച്ചാണെങ്കിൽ അവരെ ആ ഗണത്തിൽപ്പെടുത്തണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ചോരയിലും വേർപ്പിലും വളരുന്ന പല കുത്തകളെയും സംരക്ഷിക്കാൻ പാർട്ടിയിൽ തന്നെ ആളുകളുണ്ടാകുന്നത് വളരെ കഷ്ടമാണ് സഖാവേ. ഞാൻ അത് ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്. എന്ത് ഉദ്ദേശിച്ചാണെങ്കിലും ശരി, സുന്ദരൻ സഖാവ് വിചാരിച്ചെടുത്ത് പാർട്ടിയെ കെട്ടാൻ സമ്മതിക്കില്ല. തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നത്, അല്ലാതെ കണ്ട മുതലാളിമാർക്ക് ഓശാന പാടാനല്ല. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അത് കീഴ്ഘടകത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. അല്ല, എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് കൈവക്കാം. ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കണമല്ലോ. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. എതിർപ്പുള്ളവർ കൈപൊക്കിക്കോളൂ. സഖാവേ, തൊഴിലാളികളുടെ വികാരം മനസ്സിലായല്ലോ. തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. പാർട്ടിയുടെ അഭിമാനം കേവലം ഒരു തേയില കമ്പനിക്ക് മുമ്പിൽ അടിയറ വെക്കാനുള്ളതല്ല. യോഗ നടപടി അവസാനിച്ചു. കഴിഞ്ഞു. സമരം ഇനി നീളുമല്ലേ സഖാവേ? എന്താ സഖാവേ, മടുത്തോ? ഇല്ല, നമ്മളെ പാർട്ടി ഒരിക്കലും തോൽക്കരുത്. ഞങ്ങൾ എത്ര കഷ്ടപ്പെടാനും തയ്യാറാ. കണ്ടോ സഖാവേ അവരുടെ ആത്മാർത്ഥത. സമരമൊക്കെ കൊള്ളാം, പക്ഷെ നമ്മുടെ പാർട്ടി ഓഫീസ് പോലും നിലനിൽക്കുന്നത് മുതലാളിയുടെ ഭൂമിയിലാണെന്ന കാര്യം മറക്കരുത്. ഓ പിന്നെ, ഫെർണാണ്ടസ് മുതലാളിയുടെ കയ്യിൽ എത്രമാത്രം അനധികൃത ഭൂമിയുണ്ടെന്ന് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. സഖാവ് ആ പാമ്പിനെ കാട്ടി പേടിപ്പിക്കല്ലേ. ഫെർണാണ്ടസ് മാത്രമല്ല, മറ്റു പല ആളുകളും ഭൂമി കയ്യേറിയിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായ സംഭാവന നൽകുന്നതുകൊണ്ടാ പാർട്ടിയോടെ നിലനിൽക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പിലാണോ സഖാവേ? ലാൽസർ അങ്കിൾ, നീ ഇതുവരെ പോയില്ലേ? ഇല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ട്? നമ്മുടെ പാർട്ടി ഓഫീസിൽ കണ്ട മുതലാളിമാരുടെ പടം വെച്ചിരിക്കുന്നത് എന്തിനാ? പാർട്ടിയിൽ ഒരു മുതലാളിത്തം വളരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഏത് മുതലാളിയുടെ പടം? ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുതലാളിയുടെ ഫോട്ടോ അത് പാർട്ടി ഓഫീസിൽ വെക്കേണ്ട കാര്യം എന്താ? നീ ഏത് കോത്താഴത്തെ പാർട്ടിക്കാരനാടാ? അത് AKGയാ. AKGയോ അത് LKGയോ? ആരെങ്കിലും ആവട്ടെ, ഇനി ഫുഡ്. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേലിൽ ആവർത്തിക്കരുത്. എന്താ ചേച്ചി? ജാനകിയോട് തന്നെ ചോദിക്ക്. ദേ, ഇനി എന്നെങ്കിലും ഇത് ആവർത്തിക്കുന്ന കണ്ട ഇതുപോലെ ഇവിടെ വന്ന് പറയാനൊന്നും ഞാൻ നിൽക്കത്തില്ല. അവിടെ വെച്ച് തന്നെ പിടിച്ചാലൊക്കെ ഞാൻ. ഇത്തിരി ഉള്ളെങ്കിൽ എന്താ, കയ്യിലിരിപ്പി നീട്ടത്തില്ല. നോട്ടം കണ്ടില്ലേ ഇതിന്റെ? എന്താ ജാന ഈ കാര്യം? അവരുടെ മാവിലൊന്ന് കല്ലെറിഞ്ഞതിനാ ഈ പുകില്. ഒരു വല്ലാത്ത സാധനം തന്നെ. ഈ കുട്ടികളെ തല്ലിയപ്പോഴാ അവർക്ക് മനസ്സമാധാനം ആയത്. ആരാടാ മാവിലെറിഞ്ഞത്? നീ വാ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മക്കളെ, മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കരുതെന്ന്. എന്തിനാ ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നേ? ഇവക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഉറിഞ്ഞേ. ഇത് ഇങ്ങനാവുന്ന് ഞാൻ ഓർത്തു. അവർ ഉണങ്ങാൻ വെച്ചിരുന്ന കലത്തിന് മുകളിലാ ആ കല്ല് വീണത്. എന്നിട്ട് ശബ്ദം കേൾക്കാതിരിക്കാൻ ഞങ്ങൾ ചെവി പൊത്തിപ്പിടിച്ചത് വെച്ചാ, പക്ഷെ പൊട്ടുന്ന ശബ്ദം അവരെങ്ങനെയോ കേട്ടു. വിശന്നാലും പട്ടിണി കിടന്നാലും ആരുടെയും മുതൽ മോഷ്ടിക്കരുത്. കള്ളൻ എന്ന പേര് കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ മരിക്കുന്നതാണ് മക്കളെ. അച്ഛനും അമ്മയും ഒരു പേരുദോഷവും കേൾപ്പിക്കാതെയാണ് വളർന്നത്. അതുപോലെ മക്കളും വളരണം. ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല. മക്കൾ അതുപോലെ ആവരുത്. നന്നായി പഠിച്ച് വലുതാവുമ്പോ ഒരു ജോലിയൊക്കെ കിട്ടും. അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ മാറും. ഞങ്ങൾക്കറിയാച്ചാ, മോൾക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോ
ഇവിടെ വന്ന ഒന്നും ഉണ്ടാവില്ലല്ലോ, അതാ. ഉച്ചയ്ക്ക് കിട്ടിയ കഞ്ഞി കുറവായിരുന്നു, മോൾക്ക് വേറെ ഇറങ്ങില്ല. നീ ആ സഞ്ചി ഇങ്ങെടുക്ക്. ഞാൻ ആ വർഗീസ് മാപ്പിളയുടെ കടവരിൽ പോയിട്ട് വരാം. അയാള് തരുമോ? ചോദിച്ചു നോക്കാം. എന്നാ നീയും കൂടെ ചെല്ലടാ സുധേ. അച്ഛനെ കൊണ്ട് അരി ചുമപ്പിക്കരുത്. അപ്പൊ ഇന്ന് ചോറാണല്ലേ? പിന്നെ